ഇന്ന് ഡേ 11 ഓഫ് ചലഞ്ചാണ്. എല്ലാവരും ചലഞ്ച് കൂടെ ചെയ്യുന്നത് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ അനിയന് പനിയായി. അപ്പോൾ അമ്മ വീട്ടിലില്ല, നമ്മൾ ചുക്ക് കാപ്പി വെക്കണം. അപ്പോൾ ഈ ചുക്ക് കാപ്പി എങ്ങനെയാണ് വെക്കുക എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അമ്മ നമുക്ക് തരികയാണ്. അപ്പോൾ നമ്മൾ അമ്മയോട് സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ്. അമ്മ ഫോണിൽ നമ്മുടെ അടുത്തൊരു ഇൻസ്ട്രക്ഷൻസ് തരികയാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കോൺവെർസേഷനായിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ചുക്ക് കാപ്പി എങ്ങനെ വെക്കുക എന്ന് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കോൺവെർസേഷൻ എഴുതി ഉണ്ടാക്കി കമൻസിലിടുക. എൻ്റെ ചുക്ക് കാപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇനി പറയാം. ഹലോ, ഓക്കെ, വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു? അമ്മയോട് ചോദിക്കണം. അപ്പോൾ അമ്മ പറയണേ, ടേക്ക് എ വെസൽ, ഒരു പാത്രം എടുക്കുക, ആൻഡ് ബോയിൽ 2 glasses ഓഫ് വാട്ടർ. അതിൽ 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. ടേക്ക് എ വെസൽ ആൻഡ് ബോയിൽ 2 glasses ഓഫ് വാട്ടർ. വെൻ ദ വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ്, ആഡ് 2 teaspoons of coffee powder along with some dried crushed ginger and pepper. കുരുമുളകും ചുക്കും ചതച്ചിട്ട് ഇടാനാണ് പറയുന്നത്. ഓക്കെ, I'll do that. And then what next? ഇനി എന്താണ് അടുത്തെന്താ ചെയ്യേണ്ടത് ഞാൻ ചോദിക്കുക. Allow it to simmer for some time on medium flame. Simmer എന്ന് പറഞ്ഞാൽ മെല്ലെ തിളയ്ക്കാൻ. Allow it to simmer for some time on medium flame. ഏത് ഫ്ലെയിമിലാണ് വെക്കേണ്ടതെന്ന് അമ്മ പറഞ്ഞു. You can add some jaggery for taste. കുറച്ച് ശർക്കര ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. Add some jaggery for taste. അപ്പോൾ ഞാൻ പറയാണ്, ഓക്കെ, I'll do that. Thank you. അപ്പോൾ അമ്മ പറയണേ, വൺ മോർ തിങ്, ഒരു കാര്യം കൂടെ, വൺ മോർ തിങ്, മേക്ക് ഹിം ഡ്രിങ്ക് വൈൽ ഇറ്റ്സ് ഹോട്ട്. അത് തണുപ്പാറിയിട്ട് കുടിക്കാൻ വിടരുത്. മേക്ക് ഹിം ഡ്രിങ്ക് വൈൽ ഇറ്റ്സ് ഹോട്ട്. വൈൽ ഇറ്റ്സ് ഹോട്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ശരിയാവും. ഹി ഷുഡ് ഫീൽ ബെറ്റർ ഇൻ സം ടൈം ആഫ്റ്റർ ഹി ഡ്രിങ്ക്സ് ദിസ്. ഹലോ, ഓക്കെ, വാട്ട് ഷുഡ് ഐ ഡു? ടേക്ക് എ വെസൽ ആൻഡ് ബോയിൽ 2 glasses of water. When the water starts boiling, add 2 teaspoons of coffee powder along with some dried crushed ginger and pepper. Okay, I'll do that. And then what next? Allow it to simmer for some time on medium flame. You can add some jaggery for taste. Okay, I'll do that. Thank you. One more thing, make him drink while it's hot. He should feel better in some time after he drinks this. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചുക്ക് കാപ്പി കുടിച്ചിട്ട് അനിയൻ്റെ പനി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്ന ചുക്ക് കാപ്പിനെ കുറിച്ച് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുക. വായിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അടുത്ത ചലഞ്ച് അടുത്ത ദിവസം. അതുവരേക്കും ബൈ.